ഹായ്, എന്നാ ഉണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഞാനിപ്പോഴാണ് എഴുന്നേറ്റേ, മണി 9 എഴുന്നേറ്റപ്പോഴത്തേക്ക്. അപ്പം ഞാനിന്നൊരു ഡിഷുമായിട്ടാണ് വന്നത്. അപ്പം കുറച്ച് മീനുണ്ട്. ഇത് ഷീലാവെന്ന അങ്ങണ്ടാണ് പറയുന്നത് ഇവിടെ. അപ്പം ഇതൊന്ന് ഒരു വെറൈറ്റി ആയിട്ട് ഒരു മീൻചാറ് വയ്ക്കാമെന്ന് വെച്ചു. എപ്പോഴും വയ്ക്കുന്ന പോലെയല്ല, ഒരു സ്പെഷ്യലായിട്ട് മീൻ വറുത്ത് നമ്മൾ ഒന്ന് വയ്ക്കാമെന്ന് വെച്ചു. അപ്പം അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്കറിയാമായിരിക്കും, എങ്കിലും നമ്മൾ ഒരേ ഇതിലല്ലേ നമ്മളെപ്പോഴും ടേസ്റ്റിൽ കഴിക്കുന്നത്. അപ്പോൾ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വെച്ചു, ചേഞ്ച്. അപ്പോൾ ആ കൂട്ടത്തിൽ എൻ്റെ ജീവിത ബാക്കി അനുഭവങ്ങളും കൂടെ പങ്കുവയ്ക്കാം. ഓക്കെ, അപ്പോൾ അതിനുള്ള മസാല എടുക്കാം. നമുക്കിതൊന്ന് മസാലയൊന്ന് പുരട്ടി വയ്ക്കാം. ഓക്കെ, കുറച്ച് മതി, ഒന്ന് വറുക്കുന്ന ആ ഒരു ഇതാണ് എടുക്കുന്നത്. ഓക്കെ, ലേശം മുളക് പൊടി, അറിയാമല്ലോ എന്തൊക്കെ മസാല മീൻ വറുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത്. കുരുമുളക്, മഞ്ഞൾപ്പൊടി, പിന്നെ ലേശം ഉപ്പ്, നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, ഒന്ന് മസാല ഒരു 10 മിനിറ്റ് പിടിക്കട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യം കൂടെ ചെയ്യാനുണ്ട്, അത് ചെയ്യാം. മസാല കുറച്ച് 10 മിനിറ്റ് ഇരിക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ നമുക്കടുത്തത് കുറച്ച് പുളി വെള്ളത്തിൽ ഇട്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് കൈവച്ച് നല്ല പിഴിഞ്ഞ് എടുക്കണം. എന്നിട്ട് നമുക്കിതിൽ ഒരു ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്കിതിലോട്ട് ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് കല്ലുപ്പ്, അതായത് കല്ലുപ്പ് ഇടുന്നത് ടൊമാറ്റോ നന്നായിട്ട് ഞരടി എടുക്കുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഞരടാൻ പറ്റും. കുറച്ചിട്ടാൽ മതി. നല്ലതുപോലെ കൈവച്ച് നല്ലതുപോലെ ഉടച്ചെടുക്കണം. നല്ലതുപോലെ ഉടയ്ക്കുക കേട്ടോ. ഇച്ചിരി കട്ടിയാണ്, നന്നായിട്ട് പഴുത്തിട്ടില്ല ടൊമാറ്റോ. നിങ്ങൾക്ക് ഞാനൊരു ചെറിയ മീഡിയം എടുത്തത്, കാരണം കുറച്ച് മീനേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ക്വാണ്ടിറ്റി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതുപോലെ ടൊമാറ്റോ എടുക്കുക. വലിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ 2-3 ടൊമാറ്റോ എടുക്കുക. അപ്പോൾ ഇത് കുറച്ച് മീനല്ലേ ഉള്ളൂ. അപ്പം കാരണം പറയുന്ന കൂട്ടത്തിൽ ഒന്ന് കുക്കിങ്ങും കൂടെ കാണിക്കാമെന്ന് വെച്ചു. ഓക്കെ, അപ്പോൾ 2 കാര്യവും നടക്കുമല്ലോ. നല്ലതുപോലെ നല്ല പ്രസ് ചെയ്ത് നല്ല മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ടൊമാറ്റോയും പുളിയും കൂടെ നന്നായിട്ട് മിക്സ് ആവണം. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മൾ വറുത്ത് മീൻ ചാറ് വയ്ക്കുന്നത്. നല്ലൊരു വെറൈറ്റി ടേസ്റ്റ്, നമ്മളെപ്പോഴും കഴിക്കുന്ന പോലത്തെ മീൻ ചാറായിരിക്കില്ല, ഒരു വെറൈറ്റി ടേസ്റ്റാണ്.
മസാല ഇതിൻ്റെ കൂട്ടുമസാലയാണ്. കൂട്ടുമസാല എന്ന് പറയുമ്പോഴത്തേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ലേശം കുരുമുളക് ഇതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഇതാക്കുന്നത്. പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഒരു സ്പൂണ് മതിയായിരിക്കും. കാരണം എരിവിൻ്റെ മുളക് പൊടി നമ്മൾ കുറച്ച് ആഡ് ചെയ്തുള്ളൂ. എന്ന് വെച്ചാൽ എരിവ് ഒത്തിരി എടുത്തില്ല. എനിക്ക് എരിവ് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇവർക്ക് എരിവ് അധികം വലിയ ഇഷ്ടമല്ല. അതുകൊണ്ടിപ്പോൾ എനിക്ക് എരിവൊക്കെ ഇഷ്ടമാണ്. നല്ലതുപോലെ മിക്സ് ചെയ്ത് നല്ലതുപോലെ ഇറക്കി വയ്ക്കുക. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് ഇനി അടുത്തത് നമുക്കൊന്ന് മീനൊന്ന് വറുത്തെടുക്കാം. ഓക്കെ, നമുക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് എണ്ണ ചൂടായി. അപ്പം നമുക്ക് മീനിട്ട് കൊടുക്കാം. ഓക്കെ, ഒറ്റ ട്രിപ്പിന് തന്നെ നമുക്ക് ഇത് വറുത്തെടുക്കാം. ഒരു 6 കഷ്ണമേ ഉള്ളൂ. ഓക്കെ, നമുക്കിത് വറുത്തെടുക്കാം. നമുക്ക് മീൻ തിരിച്ചിട്ട് കൊടുക്കാവേ. ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരു സൈഡ്. കുറച്ച് ഒരുപാട് മുരിയണ്ട, കുറച്ച് ചേഞ്ചായാൽ മതി. നമുക്ക് ആ സമയം കൊണ്ട് ചട്ടി അടുപ്പത്ത് വെച്ച് കത്തിക്കാം. നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കണമല്ലോ. നിങ്ങളുടെ അവിടെ ഈ മീനിന് ഇങ്ങനെയാണോ പറയുന്നത്? ഷീലാവെന്ന്? നിങ്ങളുടെ അവിടെ ഈ മീനിന് എന്താ പറയുന്നതെന്ന് പറയണേ. ചട്ടി ചൂടാവട്ടെ. ഇരുന്ന് കഴിഞ്ഞാൽ കാണില്ല, അതുകൊണ്ടാണ് എഴുന്നേറ്റ് നോക്കുന്നത് വെള്ളം ഉണങ്ങിയിട്ടുണ്ടോയെന്ന്. ഇല്ലെങ്കിൽ എണ്ണ ഒഴിക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. അപ്പോൾ നമ്മുടെ ദേഹത്തൊക്കെ വീഴും, മുഖത്തൊക്കെ വീഴും. എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. എനിക്കിതുപോലെ കയ്യിലൊക്കെ വീണിട്ടുണ്ടായിരുന്നു. എണ്ണ തെറിച്ചിട്ട് കയ്യിലൊക്കെ വീണിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടായിരുന്നോ നിങ്ങൾ? 3 ഇട്ടായിരുന്നു. അപ്പം കുറേ കാര്യങ്ങൾ ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടു കാണും, കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ. ലാസ്റ്റ് വരെ കണ്ടായിരുന്നോ? കാണണം കേട്ടോ. അപ്പം അതിനുശേഷം ചട്ടി ചൂടായതുകൊണ്ട് എണ്ണ ഒഴിക്കട്ടെ കേട്ടോ.
വെളിച്ചെണ്ണയാണ്. ഏത് എണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. എൻ്റെ കയ്യിൽ ഈ എണ്ണയേ ഉള്ളൂ. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഉലുവ ഉണ്ടെങ്കിൽ, പച്ച ഉലുവ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. എൻ്റെ ഇപ്പം വറുത്ത ഉലുവ ഇരിപ്പുണ്ട്, അപ്പോൾ അത് എല്ലാം മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാമെന്ന് വെച്ചു. പൊട്ടി വരട്ടെ. ഇന്ന് ലേറ്റായി എഴുന്നേറ്റ, ലേറ്റായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് പിന്നെ ലേറ്റായി. 9 മണി കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴത്തേക്ക് നേരെ മീൻ വയ്ക്കാമെന്ന് വെച്ച്. ഇനി അത് കഴിഞ്ഞിട്ട് അവന് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. അപ്പം ഞാനിങ്ങനെ, അപ്പം എന്നാ പറഞ്ഞു, അങ്ങനെ നിങ്ങളിതെല്ലാം കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ 2 സർജറി കഴിഞ്ഞ് ഹോസ്പിറ്റലിലായി. ആ സമയത്ത് 3 മാസം ഇവിടെ കിടന്നായിരുന്നു ഞാൻ. 3 മാസം 2 മാസം 2 സർജറി കഴിഞ്ഞു. കുറേ റെസ്റ്റ് എടുത്തു. അങ്ങനെ ഡോക്ടർ, എന്നെ സർജറി ചെയ്ത ഡോക്ടർ പറഞ്ഞു ഇനി വേറെ ഒന്നും ചെയ്യാനില്ല, മാക്സിമം ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട്, ബാക്കിയെല്ലാം യേശുവായിൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞു. കാരണം ഇനി എവിടെ കൊണ്ടുപോയാലും ഇനി ഇതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ മാക്സിമം പുള്ളി ട്രൈ ചെയ്ത് എന്നെ ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ കടുക് പൊട്ടുന്നുണ്ട് കേട്ടോ. നമുക്ക് ഉള്ളിയും, ഞാനിതിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളിയാണ് നല്ലത്, എടുക്കുക. എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളിയില്ല, എന്നാൽ ചെറിയ കുഞ്ഞ് സവാള എടുത്തു. അത് ചെറുതായിട്ട് അരിഞ്ഞ്, കരിവേപ്പില, വെളുത്തുള്ളി, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, എല്ലാം കൂടെ ഇട്ട് നമുക്ക് വഴറ്റാം. ഇത് നന്നായിട്ടൊന്ന് കളർ ചേഞ്ച് ആവണം. ഇത്തിരി സവാള, ഇഞ്ചി, വെളുത്തുള്ളിയുടെയൊക്കെ കളറൊന്ന് ചേഞ്ച് ആവണം. ഒരു ബ്രൗൺ, ഒരുപാട് ബ്രൗൺ ആവണ്ട, ഒരു ബ്രൗൺ ഷെയ്ഡ് വരുമ്പോൾ നമുക്ക് ബാക്കി ചെയ്യാം. അതൊരു ഇതിൽ കിടക്കട്ടെ. മീന് ആയും തോന്നുന്നു വീശിട്ട് കൊടുക്കാൻ. 4 സൈഡും ഒന്നാവണമല്ലോ. തീ കുറച്ച് വെച്ചേക്കാം. ഭയങ്കര ചൂടാണ് കേട്ടോ, സഹിക്കാൻ വയ്യ ചൂട്. ചൂട് തുടങ്ങിയെന്നാണ് തോന്നുന്നത്. അപ്പം എന്നിട്ട് ഞാൻ അവിടെ 2 മാസം 3 മാസം കിടന്നല്ലോ. അപ്പം ഇനിയൊന്നും ചെയ്യാനില്ല, മാക്സിമം ചെയ്തിട്ടുണ്ട് സർജറി എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി നാട്ടിലേക്ക് പോകാം എന്നോട് പറഞ്ഞായിരുന്നു. എന്നോട് പറഞ്ഞു, നേഴ്സുമാരോടും പറഞ്ഞായിരുന്നു. അപ്പം കയറ്റി വിടേണ്ട ഒരു ടിക്കറ്റൊക്കെ എല്ലായിടത്തും, ഹോസ്പിറ്റലിൽ ചിലവ് മുഴുവനും ഡോക്ടറാണ് അതാക്കിയത്. 2 സർജറി, 3 മാസം കിടന്ന ഹോസ്പിറ്റലിൽ ചിലവ് എല്ലാം ഡോക്ടറാണ് ഏറ്റത്. പുള്ളിക്കാരൻ അവിടെ ബില്ല് പേ ചെയ്തത്. എന്തൊക്കെ കാര്യങ്ങളാണ് എൻ്റെ യേശുവ എനിക്ക് വേണ്ടി ചെയ്തതെന്നറിയോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് വർണ്ണിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് എൻ്റെ ഈ നിമിഷം അങ്ങനെ തന്നെയാണ് കേട്ടോ. ഈ നിമിഷം എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ എല്ലാ കാര്യത്തിനും ഞാനൊന്ന് മനസ്സ് വിഷമിച്ചിരുന്നാൽ മതി,
ചിലപ്പോൾ ആരുടെയെങ്കിലും രൂപത്തിൽ വരും കേട്ടോ. വന്നിട്ട് ഷോപ്പിൽ വന്നിട്ട് ആരുടെയെങ്കിലും രൂപത്തിൽ വന്നിട്ട് എന്നോട് പറയും, എന്ത് പറ്റി വിഷമിച്ചിരിക്കുന്നത്, മുഖമൊക്കെ ഇതായിരിക്കും. ഞാൻ പറഞ്ഞു വിഷമമൊന്നുമില്ല. ഇല്ല വിഷമിക്കുകയൊന്നും വേണ്ട കേട്ടോ, എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ നല്ല വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിക്കാറുണ്ട്. അതെൻ്റെ മനസ്സ് പോലും വിഷമിക്കാൻ എൻ്റെ യേശു അനുവദിക്കില്ല. ഞാൻ എപ്പോഴും എൻ്റെ യേശുവിനെക്കുറിച്ച് എപ്പോഴും ഓർക്കും. ഇരിക്കുന്ന സമയങ്ങളിലെല്ലാം കിട്ടുന്ന സമയമൊക്കെ ബൈബിള് വായിക്കും. കാരണം ഇതിന് ശേഷമാണല്ലോ ഞാൻ യേശുവായിട്ട് കൂടുതൽ അടുക്കുന്നത്. അതായത് എന്നിട്ട് അത് ഞാൻ പറയാം കേട്ടോ. എന്നിട്ട് ഇത് പറയാം. ഇപ്പം എന്നെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഡോക്ടർ അവരൊക്കെ തന്നെ എല്ലാവരും കൂടി ചേർന്ന് ആരൊക്കെയൊക്കെ ചേർന്ന് എടുത്തിട്ടുമുണ്ട്, എനിക്കറിയില്ല കറക്റ്റായിട്ട്. പക്ഷേ ഹോസ്പിറ്റലിൽ ഇതൊക്കെ ഞാൻ നേഴ്സിനോട് ചോദിച്ചപ്പം ഡോക്ടർ തന്നെ എല്ലാം പേ ചെയ്തു, എല്ലാ ബില്ലും അടച്ചിട്ട് പിന്നെ ടിക്കറ്റൊക്കെ എടുത്തു. എല്ലാവരും വന്നു, ഡെയിലി വരും കേട്ടോ. ഓരോരുത്തർ ജോലി കഴിഞ്ഞ് ഡെയിലി എന്നെ നോക്കാൻ വരും. ജോലി കഴിഞ്ഞ് വരും, ജോലിക്ക് പോണതിന് മുന്നേ വരും, എന്നെ കണ്ടിട്ടാണ് പോകുന്നത്. ജോലി കഴിഞ്ഞിട്ട് എന്നെ വന്ന് കണ്ട് സംസാരിച്ച് കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ടാണ്. അതായത് എന്നെ അവിടെ കിടക്കുന്നെങ്കിലും എന്നെ വിഷമിപ്പിക്കാനായിട്ട് യേശു എന്നെ അനുവദിക്കില്ല. അപ്പം ടെൻഷൻ അടിക്കേണ്ട ആ ഒരു അവസരം എനിക്ക് തരില്ല. അപ്പോൾ ഫുൾ ടൈം ആളാണ്. ഇല്ലെങ്കിൽ നേഴ്സുമാർ വന്നിട്ട് കുറച്ച് നേരം വർത്താനം പറയും. ഫിലിപ്പീൻസൊക്കെ ഉണ്ട്, അവരൊക്കെ ഭയങ്കര സ്നേഹമാണ് കേട്ടോ. അപ്പം അങ്ങനെ വലിയ കാര്യമായിരുന്നു. അങ്ങനെ അവർ എനിക്ക് മലയാളീസൊക്കെ ഒത്തിരിയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒത്തിരിയും എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരുപാട് ഹെൽപ്പ് ചെയ്തു എന്നെ. ഇരുന്നിട്ട് കാണുന്നില്ല കേട്ടോ. കുറച്ചുകൂടെ മൂക്കണം, കുറച്ചുകൂടെ ആകട്ടെ. അപ്പോൾ നമുക്ക് മീൻ എടുക്കാം. മീനായിട്ടുണ്ട്. ഇനിയിപ്പോൾ എണ്ണയിൽ കിടന്നു കഴിഞ്ഞാൽ മൊത്തം ചിലപ്പം കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് മീൻ എണ്ണ ഊറ്റിയെടുക്കാം. കണ്ടോ, ഇത്രയും ആയാൽ മതി, ഒത്തിരിയും ഇതാവണ്ട. ഓക്കെ, എണ്ണ ഒന്ന് മാറ്റട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ കൈ പൊള്ളും നമ്മളറിയാതെ. അപ്പോൾ എനിക്ക് ഇട്ടിട്ട് പോകാനും നാട്ടിൽ കൊണ്ടുവരാനും ഡ്രസ്സുകൾ, സത്യം പറഞ്ഞാൽ ഞാനിതൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ. എല്ലാവരും വരുമ്പോഴത്തേക്ക് എന്ന് വെച്ചാൽ ടിക്കറ്റൊക്കെ ശരിയായല്ലോ. അപ്പം എന്നെ ആക്കാൻ ഭയങ്കര വിഷമമായിരുന്നു അവിടുത്തെ നേഴ്സുമാർക്ക്, അവർക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നെ. അപ്പം എല്ലാവരും ഇത്രയും ഡ്രസ്സും അതും ഇതുമൊക്കെ എനിക്ക് മേടിച്ച് തന്നു നാട്ടിൽ കൊണ്ടുപോകാനായിട്ട്. ഒക്കെ എല്ലാവരും മേടിച്ചു തന്നു, ഫാമിലി എല്ലാവരും ഇഷ്ടംപോലെ മേടിച്ചു തന്നു എനിക്ക്. പിന്നെ നേഴ്സുമാരൊക്കെ ആണെങ്കിൽ സ്വർണ്ണങ്ങളുണ്ടല്ലോ, ഓരോരുത്തരും ഓരോ സ്വർണം, മോതിരം, ബ്രേസ്ലെറ്റ്, നെക്ലസ്, കമ്മൽ, പിന്നെ കുറേ സാധനം. അങ്ങനെ മോതിരം തന്നെ കുറേ കിട്ടിയായിരുന്നു എനിക്ക്, ഒരു 10 മോതിരമോളം കിട്ടിയായിരുന്നു. എല്ലാ നേഴ്സുമാരും മേടിച്ചു തന്നു, ഓരോരുത്തരും ഓരോ ഫിലിപ്പീൻസൊക്കെ മേടിച്ചു തന്നു. എന്നെ അത്രയും, അതായത് എന്നെ രാജകുമാരിയായിട്ടാണ് എന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറ്റി അയച്ചത് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നൊക്കെ ഇട്ട്, ഡ്രസ്സിന് ഡ്രസ്സ്, പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കേണ്ട ഡ്രസ്സുകൾ, പിന്നെ എന്നതാ ഷീറ്റ്, ബെൽഷീറ്റുകൾ, അങ്ങനെ
ഒത്തിരി സാധനം എല്ലാവരും മേടിച്ചു. ഞാനിതൊന്നും പ്രതീക്ഷയില്ല. എല്ലാവരും വരുമ്പോഴത്തേക്ക് എന്നെ കാണാൻ വരുമ്പോൾ ഓരോരുത്തർ ഓരോ ലഗേജ് പെട്ടി വരെ മേടിച്ചു തന്നു. പെട്ടിയൊക്കെ വാങ്ങിച്ചത് ഒരു നേഴ്സാണ് കേട്ടോ. 2 പെട്ടിയൊക്കെ വലിയ പെട്ടിയൊക്കെ മേടിച്ചു തരുന്നത്. അപ്പോൾ എന്നെ ഒത്തിരി പേര് എന്നെ മൂത്തതെന്ന് തോന്നുന്നു. ഒന്ന് നോക്കട്ടെ. ആയിട്ടുണ്ട്. നമുക്ക് കാണുന്നുണ്ടോ? ഓക്കെ. നല്ല മണം വരും കേട്ടോ മൂത്തതിൻ്റെ ഇഞ്ചി, വെളുത്തുള്ളി, സവാള ഇതൊക്കെ മൂത്തതിൻ്റെ നല്ല കരിവേപ്പിലയൊക്കെ മൂത്തതിൻ്റെ നല്ല മണം വരുക. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഒഴിച്ചേക്കാം. നമ്മൾ എല്ലാം പുളി, ടൊമാറ്റോ, മസാലയൊക്കെ കലക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഒഴിച്ചേക്കാം. ഓക്കെ. ഇത് കഴിയും നമുക്ക് ഒഴിക്കാം. വെള്ളം മതിയോ എന്നറിയില്ല, നോക്കട്ടെ. എഴുന്നേറ്റാലേ പറ്റും. മതിയെന്ന് തോന്നുന്നു. ഉപ്പിട്ടായിരുന്നല്ലോ നമ്മൾ, കല്ലുപ്പ് മതി. കല്ലുപ്പിട്ടായിരുന്നു. ഇനി കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം നമുക്ക് കേട്ടോ. ഉലുവപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് ലേശം മതിയേ. അപ്പം നമുക്ക് കറിയൊന്ന് തിളയ്ക്കട്ടെ കേട്ടോ. അപ്പോൾ അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തിളച്ച് ഒന്ന് കുറച്ച് ഇതാവട്ടെ. എന്നിട്ട് നമുക്ക് പകുതിയാകുമ്പോൾ മീൻ ഇട്ട് കൊടുക്കാം. ഓക്കെ. അപ്പം എനിക്കെല്ലാവരും എല്ലാം മേടിച്ച് തന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതൊന്നും കരുതിയില്ല. സ്വപ്നത്തിൽ പോലും ഞാനിതൊന്നും പ്രതീക്ഷിച്ചില്ല. അതായത് അപ്പൻ എന്നെ എങ്ങനെ നോക്കിയെന്ന് എനിക്ക് വർണ്ണിക്കാൻ വാക്കുകളില്ല. അതുപോലെയാണ് എന്നെ നോക്കിയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് എൻ്റെ അപ്പനുമായിട്ട് എനിക്ക് എൻ്റെ അപ്പനെ എനിക്ക് ഇത്രയും ജീവൻ, എൻ്റെ ജീവൻ്റെ ജീവനാണ് എൻ്റെ ആവ. മനസ്സിലായോ? തിളയ്ക്കുന്നെന്ന് തോന്നുന്നു കേട്ടോ. നോക്കട്ടെ. തിളയ്ക്കുന്നുണ്ട്. അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. തിളച്ച് ഇച്ചിരി വറ്റട്ടെ. പക്ഷേ അവിടെ തീ കുറച്ചില്ല. അപ്പോൾ അങ്ങനെ എന്നെ ഇങ്ങോട്ട് നാട്ടിലോട്ട് കയറ്റി അയക്കാനായിട്ട് എല്ലാം റെഡിയായി. അപ്പോൾ എന്നെ ഒറ്റയ്ക്കല്ല ഞാൻ, അവിടെ എൻ്റെ യേശു എന്നെ ഇതാക്കി. അതായത് ദൂതന്മാരെ അയച്ചെന്ന് പറയാം. ദൂതന്മാർ മനുഷ്യരൂപത്തിൽ വരും. അവിടെ എന്നെ കാണാൻ വന്ന ഒരു അങ്കിള് എൻ്റെ കൂടെ വന്നു, എന്നെ നാട്ടിൽ കൊണ്ടാക്കാനായിട്ട്. എന്നെ ഒറ്റയ്ക്ക് പോലും വിട്ടില്ല എൻ്റെ യേശുവാ. അതായത് എന്നെ അത്രയ്ക്കാണ് എന്നെ അവിടെ കരുതലോടെ നോക്കിയത്. പൊന്നുപോലെ എന്നെ നോക്കിയത്. അവർക്കൊക്കെ ഭയങ്കര വിഷമമായിരുന്നു ഞാൻ വരുന്ന സമയത്തൊക്കെ. എന്നെ വരാതിരിക്കാൻ പറ്റില്ലല്ലോ, ഒരുപാട് നാൾ അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി ട്രീറ്റ്മെൻറ്റൊന്നും ഇല്ല. അപ്പോൾ ഡോക്ടർ അവിടെ വെച്ച് ഇങ്ങനെ എല്ലാം പോകേണ്ടതായപ്പോൾ വന്നിരുന്നു. നേഴ്സിനോടും എന്നോടും പറഞ്ഞു. നേഴ്സ് അവർ ഓരോ കാര്യങ്ങളിങ്ങനെ ചോദിക്കുമായിരുന്നു ഡോക്ടറിനോട്. ഇനി നാട്ടിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഇനി
ഇത് മാറ്റം ഉണ്ടാവുമോ അറിഞ്ഞില്ല. അവിടെ വെച്ച് തന്നെ ഡോക്ടർ വിധി എഴുതി. ഇനി ഒരിക്കലും നാട്ടിൽ പോയാലും കിടക്കയിലായിരിക്കും. മാക്സിമം നമ്മൾ ചെയ്യേണ്ടത് ചെയ്തു, ബാക്കിയെല്ലാം യേശു അതിൻ്റെ അടുത്താണെന്നാണ് പറഞ്ഞത്. അപ്പം നാട്ടിൽ പോയാലും കിടക്കയിലായിരിക്കും, എഴുന്നേറ്റിരിക്കാനോ നിൽക്കാനോ നടക്കാനോ ഇനി അതായത് ഒരു ജീവിതം പോലും ഉണ്ടാവില്ല എന്ന് പറയും. കിടക്കയിലായിരിക്കും എപ്പോഴും. അങ്ങനെ വിധി എഴുതി. അങ്ങനെ എന്നെ ഞാൻ കേൾക്കുമായിരുന്നു. അപ്പം ഉള്ളിൽ വിഷമമുണ്ട്, പക്ഷേ എങ്കിലും ഞാനത് പുറമേ അത് കാണിച്ചില്ല. പക്ഷേ നേഴ്സുമാർക്കും ഡോക്ടറിനും ഒക്കെ വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ മാക്സിമം അവരെ കൊണ്ട് പറ്റുന്നില്ലേ, ചെയ്യാൻ പറ്റൂ. അങ്ങനെ അവർ ഇതാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു സാരമില്ല, എനിക്ക് അങ്ങനെ ഒന്നുമില്ല, ഞാനെല്ലാം യേശുവായിനോ എന്നെ തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. യേശുവായിൻ്റെ ഇഷ്ടം എന്താ അതുപോലെ നടക്കട്ടെന്ന് പറഞ്ഞു. എനിക്കായിട്ട് ഇനി ഒരു ആഗ്രഹവും ഇല്ല. അപ്പോഴും തന്നെ ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങളെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, എല്ലാം കുഴിച്ചു മൂടി. അതായത് ഞാനും അങ്ങ് ഇതായി. അതായത് ഇനി എൻ്റെ ജീവിത മരണം വരെ ഞാനിങ്ങനെ ആയിരിക്കും എന്നുള്ള ആ ഒരു ഇതിലാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. അപ്പം നേരെ അപ്പോൾ അവിടെ ഒരു അങ്കിൾ എന്നെ ആക്കാനായിട്ട് പുള്ളി ലീവ് എടുത്ത്, പുള്ളി ഒറ്റയ്ക്ക് വിട്ടില്ല എന്നെ, യേശുവ ദൂതന്മാരെ വിട്ടു എൻ്റെ കൂടെ. അങ്കിളും കൂടെ നാട്ടിൽ വന്നു. വീട്ടിൽ നോക്കിയപ്പം ചെറിയ കുഞ്ഞു വീടാണ്. ഞാൻ പറഞ്ഞില്ലേ ഓലപ്പുരയാണ്, കുഞ്ഞു വീട്, ചാണകമൊഴിയ വീട്. അങ്ങനെ ആണ് ഞാൻ വളർന്നത്. അപ്പോൾ ആ വീടിനകത്ത് താഴെയാണ് ഞാൻ ഉറങ്ങിയിട്ടുള്ളത്, പോകുന്നത് വരെ പരമ്പിലാണ് കിടന്നുറങ്ങി വളർന്നതൊക്കെ. അപ്പോൾ എനിക്ക് പറയാൻ മടിയൊന്നുമില്ല കേട്ടോ. നമ്മൾ വന്ന വഴി ഒരിക്കലും നമ്മൾ മറക്കരുത് ജീവിതത്തിൽ. അതെന്നും നമ്മുടെ കൂടെ ഉണ്ടാവണം. നമ്മൾ ഇടയ്ക്കൊക്കെ അതൊക്കെ ഓർക്കണം, നമ്മൾ വന്ന വഴി എന്താണ്. പക്ഷേ ആരൊക്കെ ഈ ലോകത്തിൽ നമ്മൾ എത്രയൊക്കെ മറിച്ചാലും അറിയുന്ന ഒരാൾ എപ്പോഴും മുകളിലിരിപ്പുണ്ട്. എപ്പോഴും നമ്മൾ ആലോചിക്കണം. നമ്മൾ കള്ളം പറയുമ്പോഴും എടുക്കുമ്പോഴും ഒക്കെ എനിക്കിങ്ങനെ ഈ പൊങ്ങിച്ച് അടിക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല. അഥവാ എൻ്റെ മുന്നിൽ ആരെങ്കിലും അത് ഇങ്ങനെ, എനിക്ക് അവരുടെ കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും, പക്ഷെ അത് അവരാണ് എൻ്റെ മുന്നിൽ ഇങ്ങനെ പറയുന്നത് കേട്ടാൽ ഞാൻ അവരെ വഴക്ക് പറയും. അങ്ങനെ നമുക്ക് ഉള്ളത് എന്താണോ അത് നമ്മൾ പറഞ്ഞ് ജീവിക്കുക. എന്തിനാണ് ഇങ്ങനെ ഇല്ലാത്തത് പറയുന്നത്? എനിക്കത് ഇഷ്ടമല്ല. അങ്ങനെ ഞാൻ പലരോടും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉള്ളവരുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. ഉള്ളത് പറഞ്ഞ് നമ്മൾ ജീവിക്കുക. നമ്മളിപ്പോൾ ഏത് പൊസിഷനിലെത്തിയാലും വന്ന വഴി മറക്കരുത്. എപ്പോഴും നമ്മുടെ കൂടെ, എങ്കിലേ നമ്മുടെ യേശുവ നമ്മുടെ കൂടെ ഉണ്ടാവത്തുള്ളൂ. നമ്മളിപ്പോൾ പൊങ്ങച്ചടിക്കുമ്പോഴും മറ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് എല്ലാം ഉണ്ടെന്ന് കാണിക്കുമ്പോഴും നമ്മളെ ദൈവം അവിടെ കൈ തരില്ല, നമ്മളെ പിടിച്ചുയർത്തില്ല. മനസ്സിലായോ? അപ്പം നമ്മളെപ്പോഴും എളിമ കൊണ്ട് നമ്മൾ നിൽക്കുക, എങ്കിലേ നമ്മുടെ യേശുവ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. കാരണം എൻ്റെ അനുഭവമാണത്. അപ്പം കറി തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്നെ നാട്ടിലോട്ട് ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് അങ്കിൾ എൻ്റെ കൂടെ ഉണ്ട്. ഇവിടെ വന്നപ്പോഴത്തേക്ക് വീട്ടിൽ നോക്കിയപ്പോഴത്തേക്ക് ഭയങ്കര സജ്ജീകരണങ്ങൾ. ഇതൊന്നും ഞാൻ അറിയുന്നില്ല കേട്ടോ. വീട് വന്ന് നോക്കിയപ്പോഴത്തേക്ക് കട്ടിൽ, മെത്ത, 4 തലകണ എല്ലാം നല്ല സെറ്റപ്പ് ചെയ്ത് എനിക്കെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ ടി വി ഒന്നും ഇല്ലായിരുന്നു, ഞാൻ പോകുന്ന സമയത്തൊന്നും ഇല്ലായിരുന്നു. അതിന് ടി വി എല്ലാം അറേഞ്ച്മെൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനിതൊന്നും സ്വപ്നത്തിൽ വിചാരിച്ചില്ല. എൻ്റെ യേശുവ എത്ര വലിയ ഒരു ആളാണെന്ന് നോക്കണേ. അതെങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്, എനിക്ക് അറിയാമെന്ന് പറയുന്നത്. അത്രയ്ക്ക് വർണ്ണിക്കാനുണ്ട് എൻ്റെ യേശു. അതിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞാൽ തീരില്ല, അറിയോ. അപ്പോൾ എനിക്ക് എന്ത് കരുതലോടെയാണ് എൻ്റെ വീട്ടിൽ പോലും ഞാൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതാകേണ്ടത്, എല്ലാ സജ്ജീകരണങ്ങളും എൻ്റെ എനിക്കിവിടെ ഒരുക്കി തന്നു. മനസ്സിലായോ? അപ്പോൾ ഞാൻ വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു, ഇതൊക്കെ എങ്ങനെ മേടിച്ചു, അതിനുള്ള ഇതൊന്നും ഇവിടെ ഇല്ല. അപ്പം ഇതൊക്കെ ഞാൻ അറിയാതെ അവർ അവിടെ നിന്നിട്ട് എല്ലാ അറേഞ്ച്മെൻറ്റും ഇവിടെ ചെയ്തു. പിന്നീടാണ് ഞാൻ അറിയുന്നത്. അങ്ങനെ എന്നെ അങ്കിള് കൊണ്ടാക്കിയിട്ട്, അങ്കിള് 2 ദിവസം കണ്ട കഴിഞ്ഞപ്പോൾ അങ്കിള് പോയായിരുന്നു. അപ്പം പോകുന്ന സമയം നമ്മൾ യാത്രയൊക്കെ പറഞ്ഞു. ഇന്ന് ഞാൻ അവരെന്നും ഓർക്കാത്തൊരു ദിവസമില്ല. അവർക്ക് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട്, എല്ലാവർക്കും വേണ്ടിയിട്ട്.
ജീവിതകാലം മുഴുവൻ അത് ഞാൻ എന്നും ഓർക്കും, മരിക്കുന്നത് വരെ. അവരൊക്കെ ഇല്ലായിരുന്നെങ്കിൽ, എൻ്റെ യേശു അവരെ കൊണ്ട് എന്നെ എത്തിച്ചില്ലായിരുന്നെങ്കിൽ ഞാനിന്ന് ഇങ്ങനെ ഇരുന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിക്കില്ല കേട്ടോ. ഡോക്ടറിനെ കുറിച്ച് ഞാൻ ഓർക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, അവർക്ക് ഫാമിലിക്ക് എല്ലാം ഞാൻ ചെയ്യാറുണ്ട്. അപ്പം ഇങ്ങനെ ഒന്ന് കറി നോക്കട്ടെ. ഉപ്പുണ്ടോ നോക്കട്ടെ. എന്നുവെച്ചാൽ ഇച്ചിരി ഉപ്പല്ലേ നമ്മൾ കല്ലുപ്പ് ഇട്ടതേ. ലേശം ഉപ്പ് വേണം. മീനും ഉപ്പിട്ടായിരുന്നു, ലേശം ഇടാം. ഇനിയും വറ്റാനുണ്ട്. അപ്പോൾ എന്നെ കൊണ്ടാക്കിയിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ അങ്കിള് പോയായിരുന്നു. അപ്പോൾ ഞാൻ ഈ കട്ടിലിൽ തന്നെയാണ് പിന്നെ എൻ്റെ ജീവിതം. 6 വർഷം എഴുന്നേക്കാൻ മേലാതെ തളർന്ന് കട്ടിലിൽ തന്നെ, ഒരിടത്തും പോകാൻ പോലും പറ്റില്ലായിരുന്നു. കട്ടിലിൽ തന്നെ ആ ഒരു അവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോഴും ആ സമയത്തൊക്കെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. വീട്ടിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. മനസ്സ് ഒരുപാട് കുറേ വർഷം എടുത്തു മനസ്സൊന്ന് പാകപ്പെട്ട് വരാനായിട്ട്. പക്ഷേ ഇപ്പോൾ എനിക്കത് ഒരു വിഷമവും ഇല്ല. കുറേ കാലം കൊണ്ട്, അതായത് ഞാൻ പാകപ്പെട്ടു, മനസ്സിനെ ഇതാക്കി. ഞാൻ എൻ്റെ അവസ്ഥ എങ്ങനെയാണ് ഉൾക്കൊണ്ട് മനസ്സിലത്. ഇപ്പോൾ എനിക്ക് അതിൽ ഓർത്ത് വിഷമമില്ല. പക്ഷേ ഞാൻ എന്ന് ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത്, വീട്ടിലായാലും പുറത്തായാലും ഷോപ്പിലായാലും ഇരിക്കുന്ന സമയത്ത് ഓരോരുത്തരും എന്നോട് ചേച്ചിക്ക് ഇങ്ങനെയാണെങ്കിലും വിഷമമൊന്നുമില്ലേ എന്നൊക്കെ ചോദിക്കും. ഞാൻ പറഞ്ഞു എന്തിനാ വിഷമം ഉണ്ടായിരുന്ന ടൈം ഉണ്ടായിരുന്നു. എൻ്റെ ആവ അതെല്ലാം എനിക്ക് മാറ്റി, അതൊക്കെ മനസ്സ് പാകപ്പെടുത്തി തന്നു. എന്നെ ഇതുവരെ എത്തിച്ചില്ലേ എൻ്റെ ആവ. ഡോക്ടർമാരൊക്കെ പറഞ്ഞതിൽ നിന്നുമൊക്കെ എത്രയോ ഇത് താണ്ടി ഞാനിപ്പോൾ ഇവിടെ വന്ന് എത്തിയിരിക്കുവാണ്. അപ്പോഴും എനിക്കിപ്പോൾ വിഷമമൊന്നുമില്ല. അല്ല ഇങ്ങനെ ചേച്ചിയുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെങ്കിൽ, ഇപ്പോൾ ഒരു അസുഖം എന്തെങ്കിലും വന്നാൽ ശരിയാട്ടോ, ഒരു അസുഖം വന്നാൽ മനുഷ്യർ അങ്ങ് ഒതുങ്ങിക്കൂടും, ടെൻഷൻ അടിച്ച് ഒതുങ്ങിക്കൂടും. പിന്നെ അവരങ്ങ് രോഗിയാവും, ഫുള്ള് രോഗിയാവും. ഞാനിപ്പോൾ ഇതിങ്ങനെ പറയുന്നത്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇങ്ങനെയൊക്കെ രോഗിയായിട്ടും കിടപ്പ് രോഗിയായിട്ടൊക്കെ ഉള്ളവരൊക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, ഒരിക്കലും നിങ്ങൾ എനിക്കിങ്ങനെ ഒരു അസുഖമുണ്ട് അല്ലെങ്കിൽ എനിക്കിനി പറ്റില്ല എന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങളുടെ കൂടെ യേശുവായുണ്ട്, ഒരു ശക്തിയുണ്ട്. ഞാനിവിടെ ഇങ്ങനെ വന്നിരിക്കുന്നത് എൻ്റെ യേശുവാ കാരണം. ആ അനുഭവമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. അപ്പം നിങ്ങളൊരിക്കലും വിഷമിക്കരുത്. നിങ്ങളുടെ കൂടെ യേശുവായിട്ട് ഞാൻ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. കിടപ്പ് രോഗികൾക്ക്, പല അസുഖങ്ങൾ ബാധിച്ചവർക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഒരു പരിചയമില്ലാത്ത നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇതിൽ നിന്ന് എഴുന്നേൽക്കുക, ഒതുങ്ങിക്കൂടരുത്. മനസ്സിനെ പാകപ്പെടുത്തി എനിക്കിവിടെ നിന്ന് എഴുന്നേൽക്കാൻ പറ്റും, എനിക്ക് നടക്കാൻ പറ്റും, എനിക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാതെ എനിക്ക് ജീവിക്കാൻ പറ്റും എന്നെക്കൊണ്ട്. ഞാനതുകൊണ്ട് ഇവിടെ നിന്ന് എഴുന്നേൽക്കണം. എത്ര വയ്യെങ്കിലും നമ്മൾ കിടക്കരുത്, എത്ര വിഷമമുണ്ടെങ്കിലും നമ്മളത് ഒതുങ്ങിക്കൂടരുത്. അവിടെ നിന്നൊക്കെ നമ്മൾ ചാടിയ നമ്മുടെ മനസ്സ് തളർന്നാൽ നമ്മുടെ ശരീരം തളരും. നമ്മുടെ മനസ്സിനെ കൈവിട്ട് പോകരുത്, മനസ്സിനെ പിടിച്ച് ഇതാക്കുക. എൻ്റെ മനസ്സിൻ്റെ ആ ഒരു ഇതാണ്, എൻ്റെ ആബ എൻ്റെ മനസ്സ് കൈവിട്ടില്ല. എൻ്റെ ആബ കൂടെ ഉള്ളതുകൊണ്ടാണ് എൻ്റെ മനസ്സ് പവറായിട്ട് നിന്നത്. അതുകൊണ്ടാണ് എൻ്റെ ശരീരം എനിക്കൊത്ത് നിൽക്കുന്നത് ഈ നിമിഷം വരെ. അപ്പോൾ നമ്മുടെ മനസ്സ് തളർന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരവും തളരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സ് കൈവിടരുത്. അവിടെ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുക. എൻ്റെ കൂടെ യേശുവായുണ്ട്, എനിക്ക് നടക്കാൻ പറ്റും, എനിക്ക് ജീവിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേൽക്കുക. പറ്റും നിങ്ങൾക്ക്, ഉറപ്പായിട്ടും. ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നിരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് പറയുന്നത്. ഓക്കെ, മീനിട്ട് കൊടുക്കാവേ നമുക്ക്.
ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കും. ഞാനിതിനു മുമ്പ് ഇത് വച്ചിട്ടുണ്ട്, അപ്പം നല്ലതെന്ന് തോന്നിയിട്ടാണ് ഇതൊന്ന് കാണിക്കാമെന്ന് വെച്ച വീഡിയോ. തീ കുറച്ചിടാം. അപ്പം അങ്ങനെ ഞാൻ 6 വർഷം അങ്ങനെ തളർന്നു കട്ടിലിൽ തന്നെയായി. ആ സമയത്തൊക്കെ ഇനി എനിക്ക് ഒരിക്കലും എഴുന്നേൽക്കാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. രാത്രി സമയങ്ങളിലൊക്കെ എനിക്ക് ഉറക്കമില്ല, വെളുപ്പിനാണ് ഉറങ്ങുന്നത്. ആ സമയത്തൊക്കെ ഞാൻ കരഞ്ഞുകൊണ്ടാണ്. എൻ്റെ ഈ സൈഡ് തലയണയൊക്കെ കുതിർന്നിട്ടുണ്ട്. അങ്ങനൊരു ഇത് ഇതിനെ ബൈബിളിലുണ്ട്, അങ്ങനൊരു വചനം, വാക്ക്. നമ്മുടെ കിടക്കുന്ന കണ്ണീര് കൊണ്ട് നമ്മുടെ തലകണ കുതിർന്നു. അത് എത്ര സത്യമാണ്. ഞാനതൊക്കെ വായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ടൈം മുതലാണ് ഞാൻ ബൈബിള് വായിച്ച് തുടങ്ങി. അപ്പോൾ എനിക്ക് എൻ്റെ അമ്മയാണ് എൻ്റെ എല്ലാ കാര്യവും നോക്കുന്നത് കേട്ടോ. എല്ലാ കാര്യവും നോക്കുന്നതും കൈ കഴുകുമ്പോൾ എനിക്കെന്താ വെച്ചാൽ ഒന്നും പറ്റില്ല, കട്ടിലാണല്ലോ. അപ്പോൾ എനിക്ക് ഹെൽപ്പിനായിട്ട് എൻ്റെ ഒരു വല്യമ്മയുടെ മോളുണ്ട്. അവളും കൂടെയാണ് എൻ്റെ കൂടെ നിന്ന് അമ്മേനെ പോലെ നമ്മൾ കൂടെ നിൽക്കുമായിരുന്നു. സംസാരിക്കാനും എടുക്കാനും എൻ്റെ കൂടെ കിടക്കുള്ളൂ. കൂട്ടായിട്ട് വന്ന് അവളുടെ വീട്ടിൽ നിന്ന് വന്നിട്ട്, അവളുടെ വീട് ഇച്ചിരി ദൂരെയാണ്, കുറച്ച് ദൂരെയാണ്. അപ്പം എൻ്റെ കൂടെ തന്നെ അവൾ തങ്ങി, എൻ്റെ കൂടെ തന്നെ കട്ടിലിൽ കിടക്ക്, മിണ്ടാനും പറയാനും ഒറ്റയ്ക്കല്ലേ. അപ്പം എന്താവശ്യത്തിനും അമ്മയും അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സമയത്ത്. ഇപ്പം അവൾ കല്യാണം കഴിഞ്ഞ് ദൂരെ പോയി. കല്യാണം കഴിഞ്ഞ ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അവളെ എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല കേട്ടോ. അത്രയ്ക്ക് അവൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എനിക്ക്. പുറത്തൊക്കെ പോകുന്ന സമയത്തൊക്കെ അതൊക്കെ ഞാൻ പറയാം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ. അങ്ങനെ ഞാൻ ആ സമയം മുതലാണ് യേശുവായിനെ കൂടുതൽ ഇങ്ങനെ എനിക്ക് ചെയ്ത കാര്യങ്ങൾ, അവിടെ വെച്ച് ചെയ്ത കാര്യങ്ങൾ ഓർത്ത് അതായത്. എന്നാൽ പോലും ഞാൻ ആ സമയത്ത് വീട്ടിൽ കിടക്കുന്ന സമയത്ത് കുറേ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മാനസികമായി ഭയങ്കര ഇതായി, വല്ലാത്തൊരു ബുദ്ധിമുട്ട്. എനിക്ക് ഒന്നിനും പറ്റുന്നില്ല ഒരു അവസ്ഥ. നമുക്കിപ്പോൾ ഒരു പനി വന്ന ഒരു വീട്ടിൽ കിടന്നാൽ പോലും നമുക്ക് പുറത്ത് പോകാതെ ചിലവർക്കത് പറ്റില്ല എന്ന് പറയുന്നത് പോലെ ഈ 6 വർഷവും നമ്മൾ ഫുൾ ടൈം എന്താ വെച്ചാൽ പുറം കാണാൻ പറ്റുന്നില്ല, മുറ്റത്ത് പോലും ഇറങ്ങാൻ പറ്റില്ല. ആ കിടക്കയിലാണ് അന്ന് അവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ ഞാൻ അവിടെ നിന്ന് ആ സമയത്ത് ഞാൻ പിന്നെ ബൈബിൾ വായിച്ച് തുടങ്ങി. യേശുവിനെക്കുറിച്ച് കൂടെ. പിന്നെ ആ സമയത്തൊക്കെ ഞാൻ വിഷമം വരുമ്പോൾ ഈ ബൈബിളൊക്കെ വായിക്കുന്നതിന് മുമ്പേ, കൂടുതൽ അറിയുന്നതിന് മുന്നേ തന്നെ ഞാൻ പറഞ്ഞല്ലോ യേശുവിനെ എന്തിനാ ഇങ്ങനെ തന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒത്തിരി അങ്ങനൊക്കെ സംസാരിച്ചായിരുന്നു യേശുവിനെ. എന്നിട്ട് പിന്നെ സോറിയൊക്കെ പറഞ്ഞു എൻ്റെ അപ്പനോട്. എൻ്റെ അപ്പനെ മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ ഞാൻ കുറ്റബോധം തോന്നി സോറിയൊക്കെ പറഞ്ഞു. ഇനി ഞാൻ ഒരിക്കലും ഇനി മരിക്കുന്നവരെ അങ്ങനെ ആവേനെ ഇനി ഞാൻ ഒരിക്കലും പറയില്ല എന്ന് ഞാൻ പറഞ്ഞു. കാരണം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത്രയും പൊന്നുപോലെ നോക്കുന്നു. എന്തോ ഒരു ഇതിൽ ആ കിടക്കുന്ന ആ സമയത്ത് എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നു. അതെന്ന് വെച്ചാൽ ഉൾക്കൊള്ളാനും പറ്റുന്നില്ല ഇങ്ങനെ ഒരു ജീവിതം, അത് ഒന്നിനും ഒരു ഇതില്ലാത്തൊരു ജീവിതം. അങ്ങനെയൊക്കെ ആയപ്പോൾ പിന്നെ ബൈബിൾ വായിച്ച് തുടങ്ങി. പിന്നെ അത് അവിടെ നിന്ന് പതുക്കെ 6 വർഷം കഴിഞ്ഞ് പിന്നെ പതുക്കെ എഴുന്നേറ്റ് എൻ്റെ യേശുവായിട്ട് കൂടുതൽ അടുത്ത് തുടങ്ങി. അറിഞ്ഞ് വായിച്ച് എൻ്റെ യേശുവായി അതിൽ കൂടെയാണ് ഞാൻ സത്യം തിരിച്ചറിയുന്ന ഒരുപാട് കാര്യങ്ങൾ. നമ്മൾ പള്ളിയിൽ പോയെങ്കിലും നമുക്ക് അത്രയും അറിവ് നമുക്ക് അവർ പറഞ്ഞു തരില്ല കൂടുതൽ. പക്ഷേ ബൈബിൾ നമുക്ക് ഓരോരുത്തരും തന്നിട്ടുണ്ട്. അതിലാണ് കൂടുതലും മർമ്മങ്ങൾ അടങ്ങിയിരിക്കുന്നത് പഴയ നിയമത്തിൽ. അത് നമ്മൾ വായിക്കണം കേട്ടോ. കാരണം വായിച്ച് നമ്മൾ സത്യം തിരിച്ചറിയാൻ ശ്രമിക്കുക. നമ്മൾ ഒരുപാട് പേര് ഇതിലൊക്കെ നമ്മളെ പെടുത്തിയിട്ടിട്ടുണ്ട്. കാരണം അവരുടെ കയ്യിൽ നിന്നൊക്കെ കുറേ ഇട്ട് നമ്മളെ പറഞ്ഞു ഇതാക്കിയിട്ടിട്ടുണ്ട്. സത്യം നമ്മൾ തിരിച്ചറിയണമെങ്കിൽ, യേശുവായിന് നേരെയുള്ള വഴി തിരിച്ചറിയണമെങ്കിൽ ബൈബിൾ തന്നെ നമ്മൾ തന്നെ വായിക്കുക. നമ്മൾ വായിച്ച് നമ്മൾ തന്നെ മനസ്സിലാക്കുക. അതിനുള്ള ആഗ്രഹം, അതിനുള്ള വാഞ്ച നിങ്ങൾക്ക്, യേശുവായിനെ കുറിച്ചുള്ളൊരു വാഞ്ച നിങ്ങൾക്ക് അറിയണമെങ്കിൽ, ആഗ്രഹം അറിയണമെങ്കിൽ നിങ്ങൾ ബൈബിൾ തന്നെ വായിച്ച് യേശുവ നിങ്ങളെ സഹായിക്കും. കാരണം സത്യം നിങ്ങൾ അതിൽ കൂടെ കാണിച്ചു തരും ഏത് വഴിക്കാണ് പോകേണ്ടതെന്ന്. അങ്ങനെ എന്നെ കാണിച്ചു തന്നതാണ്. ആ വഴി കൂടെയാണ് ഇന്ന് ഞാൻ സഞ്ചരിക്കുന്നത്. യേശുവായിനെ
കൂടുതൽ കൂടുതൽ അറിയാൻ പറ്റുന്നത്, എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പലരും ഷോപ്പിലൊക്കെ ഇടയ്ക്കൊക്കെ വരുമ്പോഴത്തേക്ക് ഓരോ ആൻറ്റിമാരും ഓരോരുത്തർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എൻ്റെ കാര്യമൊക്കെ ചോദിച്ച് അങ്ങനെ അവരുടെ കാര്യങ്ങൾ പറയുമ്പോൾ എന്താ പറയുക മോളെ, നമ്മുടെ എന്തൊരു ദൈവം വെച്ച വിധിയെന്നൊക്കെ പറയും കേട്ടോ അവർ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരിക്കലും അങ്ങനെ പറയരുത് ആൻറ്റി, ദൈവം നമുക്ക് വെച്ചതല്ല. ദൈവം ഒരിക്കലും അങ്ങനെ യേശുവ ചെയ്യില്ല. നമുക്ക് ഓരോ അസുഖങ്ങളും ഓരോ കഷ്ടതകളും ഓരോ ഇതൊക്കെ തരുന്നത് പിന്നെ പിശാചാണ്. പിശാചെന്ന് പറയുന്ന ഒരു ശക്തി ഉണ്ടല്ലോ ഇവിടെ. അവനാണ് നമുക്ക് അപകടങ്ങൾ വരുത്തുന്നതും നമ്മളെ പിന്നെ കഷ്ടത വരുത്തുന്നതും നമുക്ക് രോഗങ്ങൾ തരുന്നതും നമുക്ക് പല പ്രശ്നങ്ങൾ തരുന്നതും അവനാണ്. എന്നിട്ട് അവൻ തരുമ്പോൾ നമ്മൾക്ക് സഹിക്കാൻ വയ്യാതെ നമ്മൾ എന്ത് ചെയ്യും? ആരെ പറയും? യേശുവായിനെ പറയും. അപ്പോൾ എന്തിനാ യേശുവ എന്നെ ഇങ്ങനെ അതാക്കിയത്, നീ തന്ന വിധിയാണ് ഞാനിങ്ങനെ അനുഭവിക്കുന്നത് എന്നൊക്കെ തള്ളി പറയുമ്പോൾ അപ്പുറത്ത് നിന്നിട്ട് പിശാചി ചിരിക്കും. യേശു അതിനെ പറയുന്നത് അവന് ഭയങ്കര സന്തോഷമാണ്, നമ്മൾ തള്ളി പറയുന്നത്. അപ്പോൾ അവൻ അപ്പുറത്ത് നിന്നിട്ട് ചിരിക്കും, മനസ്സിലായോ? അപ്പോൾ അതിന് നമ്മൾ വഴിയൊരുക്കി കൊടുക്കരുത് ഒരിക്കലും. നമ്മുടെ കണ്ണ് നിറയാൻ യേശുവ അനുവദിക്കില്ല. നമ്മുടെ നന്മയെ യേശുവ. അപ്പോൾ നമ്മുടെ ഒരു ഉദാഹരണം ഞാൻ പറയാം. യേശുവ തന്നെ പറയുന്നുണ്ട്, ശിഷ്യന്മാരായിട്ട് മലമുകളിലും കുന്നിൻ ചെരുവിലൊക്കെ ഇങ്ങനെ പ്രസംഗിച്ച് നിൽക്കുന്ന സമയത്ത് മനുഷ്യർക്ക് കഠിനമായ വാക്കുകൾ ആവയ്ക്ക് തന്നെ അറിയാം, മനുഷ്യർക്ക് മനസ്സിലാകില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഉപമ വഴി പറഞ്ഞു കൊടുക്കും, അപ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ യേശുവായിനെ കൂടുതൽ നമ്മൾ രുചിച്ചറിയാൻ നമ്മൾ ശ്രമിക്കുക. ഓക്കെ, അപ്പം യേശുവ എന്ന് പറയുന്നത് നോക്കട്ടെ. വരുന്നുണ്ട് കേട്ടോ, എത്തി വരുന്നുണ്ട്. കുറച്ചും കൂടെ വറ്റണം. അപ്പോൾ ഞാനിങ്ങനെ പറയും, യേശുവായിനെ പോലും മരുഭൂമിയിൽ വെച്ച് പിശാച് പരീക്ഷിച്ച ആളാണ്, മനസ്സിലായോ? അപ്പോൾ പിന്നെ മനുഷ്യരെ വെറുതെ വിടുമോ? അവൻ കയറി കിട്ടുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ ഇതാക്കി പലതും ഇതാക്കിയിട്ട് യേശു അതിനെ തള്ളിപ്പറയുന്ന അവസരം അവനെ ഒപ്പിക്കും, മനസ്സിലായോ? അപ്പം ഞാൻ യേശുവായിട്ട് അടുത്തപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ്റെ ഇത് അടവൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല. നമ്മൾ യേശുവായിട്ട് അടുത്ത് നിൽക്കുമ്പോൾ പിശാചിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മുടെ അരികത്ത് പോലും വരില്ല, മനസ്സിലായോ? നമ്മളതിനെ ഒരു അവസരം ഒരുക്കി കൊടുക്കരുത്. അപ്പം യേശുവായിൻ്റെ അടുത്ത് ചേർന്ന് നിൽക്കുന്നവർക്ക് ഒരിക്കലും അവന് പേടിയായിരിക്കും അങ്ങനെയുള്ളവരടുത്ത് വരാനായിട്ട്. പക്ഷേ എന്നെ ഒരുപാട് പരീക്ഷിച്ചു. ഞാൻ യേശുവായിട്ട് അടുത്ത് തുടങ്ങിയപ്പോൾ ഇവനിൽ നിന്ന് ഒരുപാട് പരീക്ഷണങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നൊക്കെ ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ യേശുവായിനെ വിട്ട് നീ എന്തൊക്കെ എന്നെ പരീക്ഷിച്ച് എനിക്ക് എന്തൊക്കെ കഷ്ടത തന്നാലും ഞാൻ എൻ്റെ യേശുവായിനെ വിട്ട് ഞാൻ ഇതാവത്തില്ല എന്ന് പറഞ്ഞു. നിൻ്റെ ഒരു അഭ്യാസവും എൻ്റെ അടുത്ത് നടക്കില്ല, നിൻ്റെ കയ്യിൽ വച്ചേക്കെന്ന് ഞാനിങ്ങനെ പറയും കേട്ടോ, അങ്ങനെ പറയും. പിന്നെ ഞാൻ എവിടെയെങ്കിലും പോയിട്ട് ഇപ്പം വീട്ടിൽ വരുവാണെങ്കിൽ എൻ്റെ അനുഭവമാണ് പറയുന്നത് കേട്ടോ. എവിടെയെങ്കിലും നമ്മൾ പോയിട്ട് അങ്ങനെ ഒരു ശക്തി ഉണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ അറിയാമെന്നുള്ളവർക്കറിയാം. അപ്പോൾ എവിടെയെങ്കിലും ഞാൻ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഇപ്പോഴും അങ്ങനെ തന്നെ വീട്ടിൽ കയറി പടിയിൽ സ്റ്റെപ്പ് കാലെടുത്ത് വെച്ചിട്ട് ഞാൻ തിരിഞ്ഞ് നിന്നിട്ട് പറയും, നിനക്ക് ഇവിടം വരെ സ്ഥാനമുള്ളൂ, ഇതിനകത്ത് നിനക്ക് സ്ഥാനമില്ല എന്ന് പറയും. നമ്മൾ പറഞ്ഞു നിർത്തണം, ഇല്ലെങ്കിൽ ഇവൻ നമ്മുടെ കൂടെ കയറി വന്നിട്ട് ഇവൻ പലതും ഇവിടെ നമ്മുടെ വീട്ടിനകത്ത് പല പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാകുന്നുണ്ട്, അതറിയാൻ മേലാഞ്ഞിട്ടാണ്. അങ്ങനെ ഒരു ശക്തി ഉണ്ട്, കാരണം ബൈബിളിൽ തന്നെ ഉണ്ട്. പിശാചിൻ്റെ കുറേ ഇതുണ്ട്, യേശു അവന് ശാസിക്കുന്നതും എടുക്കുന്നതും നമുക്ക് ബൈബിൾ വായിക്കുമ്പോൾ അത് ഒരുപാട് അറിയാൻ പറ്റും നമുക്ക്. അങ്ങനെ എൻ്റെ യേശുവിനെ കൂടെ പിന്നെ മലമുകളിൽ കൊണ്ടുപോയിട്ട് എല്ലാം സൃഷ്ടിച്ച നമ്മുടെ യേശുവായാണ്. ഇതെല്ലാം ഭൂമിയിൽ നമ്മളെപ്പോലെ സൃഷ്ടിച്ചത് യേശുവായാണ്. ആ യേശുവായൻ്റെ അടുത്ത് മലമുകളിൽ കൊണ്ടുപോയിട്ട് പറയണം, ഇതെല്ലാം നിനക്ക് ഞാൻ തരാം, നീ എന്നെ നമസ്കരിക്കാൻ പറയും പിശാച് യേശുവായനോട് പറയും. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ,
അപ്പം മനുഷ്യരായ ദുർബലരായ മനുഷ്യരായ നമ്മുടെ അടുത്ത് അവൻ്റെ അഭ്യാസം നടക്കാതിരിക്കുമോ? അപ്പോൾ അതിനൊന്നും നമ്മൾ വഴിയൊരുക്കി കൊടുക്കരുത്, അതിനൊത്ത് നമ്മൾ നടക്കരുത്. നമ്മൾ യേശുവായിട്ട് എപ്പോഴും നമ്മൾ അടുത്തിരിക്കുക, ബൈബിൾ വായിക്കുക. ബൈബിളിലാണ് സത്യം മുഴുവൻ അടങ്ങിയിരിക്കുന്നത്. നമ്മളാരും പഠിപ്പിച്ചിട്ടില്ല, നമുക്ക് പഠിപ്പിക്കേണ്ടവരൊന്നും നമ്മൾ പഠിപ്പിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ബൈബിൾ വായിച്ചാണ് ഞാൻ എൻ്റെ അപ്പൻ്റെ നേർവഴി ഞാൻ കണ്ടെത്തിയത്. അതുകൊണ്ട് പണ്ടേ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പല സഭക്കാരും എന്നെ വന്ന് ഒത്തിരി പേര് വീട്ടിൽ വന്ന് വിളിക്കുമായിരുന്നു. ഞാൻ കിടക്കയിലായിരുന്ന സമയത്ത് പ്രാർത്ഥിക്കാനൊക്കെ എനിക്കതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ അവരോട് പറയും, എൻ്റെ യേശുവാൻ്റെ വഴി എൻ്റെ യേശുവ തന്നെ എനിക്ക് കാണിച്ചു തരും. ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നേർവഴി, അതേത് വഴിയാണ്. ഞാൻ അപ്പനോട് ചോദിക്കും, അപ്പോൾ പലരും ഇങ്ങനെ വിളിക്കുന്നുണ്ട്, ഈ സഭക്കാർ ആ സഭക്കാർ, ഇതിലേതാ സത്യം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ആവയോട് ഞാനിങ്ങനെ ചോദിക്കാറുണ്ട്. ഇപ്പം ഇങ്ങനെ പറയുന്നത് പോലെ ഞാൻ ചോദിക്കാറുണ്ട്, പണ്ടേ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഇത് അപ്പോൾ എൻ്റെ അപ്പനെ അറിയാം, അവൾ ആ വഴി തേടി നടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ അരികിലെത്താൻ ഇവൾ ആഗ്രഹിക്കുന്നുണ്ട്, എന്നെ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ അപ്പൻ എനിക്ക് ആ ബൈബിൾ വായിക്കേണ്ട മനസ്സ് തന്നത്. അങ്ങനെയാണ് ഞാൻ ആ ബൈബിൾ എന്നും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത്. 7 വർഷമായി ഞാനിപ്പോൾ ബൈബിൾ വായിച്ച് തുടങ്ങി പൂർണ്ണമായിട്ട്. അതായത് ഞാൻ 7 വർഷം കൊണ്ട് ഒരു കാര്യം പറയാമല്ലോ, നിങ്ങൾക്ക് അറിയാവുന്ന അറിഞ്ഞുകൂടാ, ബൈബിളിൽ എഴുതിയിട്ടുണ്ട് ശബത്തിനെ കുറിച്ച്. ശബത്ത് എന്ന് പറയുന്നത് ഞാൻ ബൈബിൾ വായിച്ച് തുടങ്ങി, ഫുള്ളും കഴിഞ്ഞു. കുറേയൊക്കെ വായിച്ച് 3 തവണ വായിച്ച് ഫുള്ള് കഴിഞ്ഞ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ആബ എനിക്കിതിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കി തന്നു. സംശയങ്ങളൊക്കെ എൻ്റെ ആബയോട് ഞാൻ ചോദിക്കുന്ന സമയത്ത് ആബ ഇതൊക്കെ കഴിഞ്ഞു. ഞാനിങ്ങനെ ഒരു ദിവസം ഷോപ്പിലിരുന്ന സമയത്ത്, അപ്പോൾ ഞാൻ ശബത്തൊന്നും അപ്പോഴേ ഞാൻ ആചരിക്കുന്നില്ലായിരുന്നു വീട്ടിൽ, അപ്പോഴല്ല. അപ്പോൾ ഞാനിങ്ങനെ ഇതൊക്കെ പഠിച്ച് കഴിഞ്ഞു ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അച്ഛന്മാർ, ബ്രദർമാർ പല സ്ഥലത്തുനിന്നും ഈ ഫേസ്ബുക്ക് വഴി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഓരോ കാര്യങ്ങളും ബൈബിളിനെ കുറിച്ചൊക്കെ. പക്ഷേ അതൊന്നും എനിക്ക് കാണാൻ മനസ്സ് തോന്നിയിട്ടില്ല. എൻ്റെ മനസ്സിൽ എന്ത് തോന്നുന്നോ അതേ ഞാൻ ചെയ്യുള്ളൂ. അതെൻ്റെ ആബ എനിക്ക് തരുന്ന മനസ്സാണ്, അതെനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. അപ്പോൾ ആബയ്ക്ക് അറിയാം ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന്. അപ്പോൾ അതെനിക്ക് തരും. കറി പറ്റി കേട്ടോ, തീ ഓഫ് ചെയ്യാം. അപ്പം കറി ആയിട്ടുണ്ട്, ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ നോക്കി പോകുമ്പോഴത്തേക്ക് ഓരോരുത്തരിങ്ങനെ ബൈബിളിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും എനിക്ക് കാണാൻ തോന്നിയിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ അത് കണ്ടിട്ട് ഇങ്ങനെ മുകളിലോട്ട് വിട്ടപ്പോൾ എൻ്റെ മനസ്സ് പറയുക, അത് നീ താത്തിട്ട് അതൊന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞു. മനസ്സ് പറയുക. അപ്പോൾ ഞാൻ ഉടനെ തന്നെ ഇങ്ങനെ താത്തപ്പോഴത്തേക്ക് റീന ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു കുട്ടി, അവൾ ഇന്ന് ഇസ്രായേലിലാണ് അവിടെ ജോലി ചെയ്യുന്നത്. ഇസ്രായേലിൽ ജോലി ചെയ്യുന്നെങ്കിൽ യേശു അവളിനെ ഇവിടെ നിന്ന് എടുത്ത് അവിടെ പ്രയോഗിക്കുക ചെയ്യുന്നത്, വചനം പറയാനായിട്ട്. അതായത് ഈ ലോകത്തോട് വിളിച്ച് പറയാനായിട്ട് അവളിനെ ഇവിടെ നിന്ന് അങ്ങ് എടുത്തു. ഇസ്രായേലിലാണ് അവൾ നിന്ന് ബൈബിളിനെ കുറിച്ച് ലൈവ് വഴി അവൾ മറ്റുള്ളവരുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ ആ കുട്ടി കൊല്ലത്തുള്ളതാണ്. അപ്പം ഞാനിങ്ങനെ താത്തിട്ട് ഇങ്ങനെ ഞാൻ ശ്രദ്ധിച്ചൊരു 10 മിനിറ്റോളം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ ബൈബിൾ വായിച്ച അതേ വാക്കുകളാണ് ഇവൾ സംസാരിക്കുന്നത്. ലൈവ് നടന്നുകൊണ്ടിരിക്കുക. ആ സമയത്താണ് ഞാൻ ഫേസ്ബുക്കിൽ കാണുന്നത്. അപ്പം ഞാൻ വായിച്ച അതേ കാര്യങ്ങൾ ഇവൾ അതുപോലെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതായത് ഇവളുടെ കയ്യിൽ നിന്ന് ഇവളൊന്നും ഇട്ട് പറയുന്നില്ല. എല്ലാം ബൈബിളിൽ ഞാൻ എന്തൊക്കെ വായിച്ചിട്ടുണ്ടോ അതൊക്കെയാണ് ഇവൾ പറയുന്നത്. ചിലവരൊക്കെ ആണെങ്കിൽ കയ്യിൽ നിന്നിട്ടൊക്കെ പറയാറുണ്ട്, സത്യമാണ്, കയ്യിൽ നിന്നിട്ട് പറയാറുണ്ട് ചിലവർ. പക്ഷേ ഇവൾ കയ്യിൽ നിന്നിട്ടൊന്നും പറയുന്നില്ല. സത്യസന്ധതയോടെ ഇവൾ ബൈബിൾ വായിച്ചിട്ടുണ്ട്. ഇവളുടെ കുറേ സാക്ഷി ഇവൾ പറഞ്ഞു. പിന്നെ അന്ന് മുതൽ 7 വർഷമായി ഇന്ന് ഞാൻ അവളെ ഫോളോ ചെയ്യുന്നുണ്ട്. 2019 7 വർഷമാകുമ്പോൾ ഇന്ന് ഞാൻ അവളെ ഫോളോ ചെയ്യുന്നുണ്ട്. മുടക്കമില്ലാതെ അവളുടെ എല്ലാ ലൈവും ഞാൻ ആ ലൈവിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ പിന്നീടായിരുന്നാലും ഞാനത് കേൾക്കും.
അങ്ങനെ ഇങ്ങനെ ബൈബിൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. കാരണം സത്യസന്ധതയായിട്ടാണ് വായിച്ച കാര്യങ്ങളാണ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ബൈബിൾ പഠിച്ചിട്ടുണ്ട്, കുറേ വർഷം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്നേക്കാൾ കൂടുതൽ ഇവൾക്ക് ബൈബിളിൽ നന്നായിട്ട് അറിയാം. അപ്പോൾ ഞാൻ ബൈബിൾ പഠിച്ചെങ്കിലും യേശു വിചാരിച്ചു ഇത് പഠിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ എനിക്കിത് ഈ ബൈബിളിനെ കുറിച്ച് കുറച്ചുകൂടെ ജ്ഞാനം വിവരിച്ച് തരണം, അതിന് ഒരാൾ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് യേശുവ എന്നെ കൊണ്ട് ഇവൾ മുട്ടിച്ചു. അതായത് അതിനു മുന്നേ ഓരോരുത്തരും ഞാൻ ഫേസ്ബുക്കിൽ കാണാറുണ്ട്, അച്ഛന്മാരും പാസ്റ്റർമാരും ബ്രദർമാരൊക്കെ ഇങ്ങനെ ബൈബിളിനെ കുറിച്ചൊക്കെ പല സഭക്കാരും ഇങ്ങനെ പറയുന്നു. പക്ഷെ അവിടെയൊന്നും എൻ്റെ മനസ്സ് അനുവദിച്ചില്ല ഇത് കേൾക്കാനായിട്ട്. അപ്പോൾ യേശുവായിക്കറിയാം ഇത് എവിടെ എത്തിച്ചേരേണ്ട, ആരൊക്കെ ചേരണമെന്നും യേശുവായിക്ക് നല്ലതുപോലെ അറിയാം. അപ്പോൾ ആ സമയമായപ്പോൾ എനിക്ക് ആ കുട്ടീനെ ഇതിൽ കൂടെ എനിക്ക് പരിചയപ്പെടുത്തി. അപ്പോൾ ഞാൻ എൻ്റെ യേശു പറഞ്ഞു ഇത്. അപ്പോൾ എനിക്ക് കേട്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി. ഞാൻ പിന്നെ ഫുള്ള് ആ ലൈവ് മൊത്തവും ഞാൻ കേട്ടുകൊണ്ടിരുന്നു, ഷോപ്പിൽ കേട്ടുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ കുറേ കാര്യങ്ങൾ അവൾ പറഞ്ഞ് നമുക്കതിനെക്കുറിച്ച് വിവരിച്ചൊക്കെ കുറച്ചുകൂടെ തരുമായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ മനസ്സിലായോ, കുറച്ചുകൂടെ മനസ്സിലായി, എനിക്ക് ആഴത്തിലോട്ട് എനിക്ക് ഇറങ്ങാൻ പറ്റി. അപ്പോൾ ഇസ്രായേലിലെ കാര്യങ്ങളും ഒക്കെ പറയുന്നത്. പിന്നെ അതിനെ യേശുവായിനെ സ്നേഹിച്ച് തുടങ്ങിയപ്പോഴാണല്ലോ, ബൈബിളിൽ കൂടെയാണല്ലോ ഞാൻ യേശുവായിനെ സ്നേഹിച്ച് തുടങ്ങുന്നത്. അപ്പോൾ എനിക്ക് കൂടുതൽ അപ്പൻ ജനിച്ച നാട്, സ്ഥലങ്ങൾ, ഇതൊക്കെ അവിടെ കാണിക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അതൊക്കെ കാണാനും. അപ്പം പോയ വഴിയിൽ കൂടെ അപ്പോഴൊക്കെ ഞാൻ പറയാം, അബാ എനിക്ക് ഈ വഴിയിൽ കൂടെയൊക്കെ എനിക്ക് നടക്കണം, അവയുടെ കൈയും പിടിച്ച് എനിക്ക് ഈ വഴിയിൽ കൂടെയൊക്കെ എനിക്ക് വരണം, എനിക്ക് ഇസ്രായേലിൽ വരണം, എവിടെയൊക്കെ പോയിട്ടുണ്ട് അവിടെ എല്ലാം വരണം എനിക്ക് എന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും ഈ നിമിഷം വരെ, അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ പറയും, എപ്പോഴും ഞാൻ സംസാരിക്കും ആബയോട്. അപ്പോൾ ഇവളിങ്ങനെ ഓരോ കാര്യങ്ങൾ, ഓരോ സ്ഥലങ്ങൾ എല്ലാം കാണിക്കും കേട്ടോ. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാണാനും കേൾക്കാനും. അപ്പനെക്കുറിച്ച് എന്ത് പറഞ്ഞാലും ഞാൻ എത്ര മണിക്കൂർ വേണമെങ്കിലും ഞാൻ കേട്ടുകൊണ്ടിരിക്കും. അങ്ങനെ പിന്നെ ഇവളുടെ ലൈവ് എപ്പോഴും കണ്ടിന്യൂ. പിന്നെ ഇവൾ ലൈവ് വരാത്ത സമയത്ത് ഞാൻ എന്ത് ചെയ്യും, ഒരു ഇവളുടെ എപ്പിസോഡ് തന്നെ 5-6 പ്രാവശ്യം ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു എപ്പിസോഡ് തന്നെ. അതായത് നമുക്ക് ബോറടിക്കില്ല. ഇവൾ പറയുന്നതെല്ലാം ഞാൻ ഇത് അപ്പുറത്ത് ഭയങ്കര ഒച്ചയായിരുന്നു, വെള്ളം ഇങ്ങനെ നിറഞ്ഞിട്ട് അപ്പുറത്തെ അടുത്ത് ഷീറ്റിൽ വീഴുന്ന ശബ്ദം കേട്ടു. അതുകൊണ്ടാണ് നമ്മളിപ്പം ബൈബിളിനെ കുറിച്ച് യേശുവായിൻ്റെ കാര്യം പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു തടസ്സം വരും. അതങ്ങനെയാണ്, നമുക്ക് എന്തെങ്കിലും ഒരു തടസ്സം അവിടെ വരും. മനസ്സിലായോ? സൈഡ് ആര് നിൽക്കുന്നതെന്ന് അറിയാമല്ലോ, അതെന്തെങ്കിലും ഒരു തടസ്സം നമുക്ക് കൊണ്ടുവരും. കാരണം ഇത് എങ്ങനെയെങ്കിലും നമ്മളിത് സ്റ്റോപ്പ് ചെയ്യിക്കണം. യേശുവായിൽ നമ്മൾ കൂടുതൽ അടുക്കുന്നവന് ഒട്ടും ഇഷ്ടമല്ല, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ഇവളുടെ എങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ എനിക്ക് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാനും ഇതിൽ കൂടെ കാണാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. പിന്നെ ഇവളുടെ വചനങ്ങൾ പറയുന്ന ഞാൻ കാത്തിരിക്കും, വരുന്നത് ഇങ്ങനെ ലൈവ്. അപ്പോൾ ചില സമയത്തൊക്കെ നോക്കും വരുന്നുണ്ടോ ഫേസ്ബുക്കിൽ. അപ്പോൾ നോക്കുമ്പോൾ ലൈവിൽ പിന്നെ കണ്ടത് തന്നെ ഞാൻ കണ്ട ഒരുപാട് എപ്പിസോഡുകൾ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ എടുത്ത് ഒരു എപ്പിസോഡ് 4-5 പ്രാവശ്യം ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് എപ്പിസോഡ്. അതായത് നമുക്ക് എത്ര കേട്ടാലും മതി വരില്ല. ബൈബിൾ പോലെയാണ്. കാരണം അതിൽ വിവരിക്കുന്ന എല്ലാം യേശുവായിനെ കുറിച്ചാണ്, മനസ്സിലായോ? അപ്പോൾ നമുക്ക് കൂടുതൽ അറിയേണ്ട ഒരു വാഞ്ച നമുക്കുണ്ടാകും, ഒരു ആകാംക്ഷ. അത് യേശുവായിനെ കൂടുതൽ സ്നേഹിക്കുമ്പോഴും യേശുവായിനെ കൂടുതൽ അറിയുമ്പോഴേ നമുക്ക് ആ ഒരു വാഞ്ച ഉണ്ടാകത്തുള്ളൂ, മനസ്സിലായി? അത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. പക്ഷേ എൻ്റെ ആഗ്രഹം എല്ലാവരും മനസ്സിലാക്കണം, എല്ലാവരും യേശുവായിനെ സ്നേഹിക്കണം. നിങ്ങൾ എന്താവശ്യപ്പെട്ടാലും നമ്മൾ ആവശ്യത്തിന് മാത്രമേ യേശുവായിനെ വിളിക്കരുത് കേട്ടോ. നമ്മുടെ യേശുവിനെ അല്ലാതെ സ്നേഹിക്കുക. അപ്പോൾ നമ്മുടെ അച്ഛനമ്മമാരുടെ അടുത്ത് നമ്മൾ സ്വാതന്ത്ര്യമായിട്ട് നമ്മൾ ഇന്ന കാര്യം എനിക്ക് വേണം, അല്ലെങ്കിൽ ഇന്ന ചെയ്യണം എന്നൊക്കെ നമ്മൾ അവകാശത്തോടെ നമ്മൾ പറയുമല്ലോ. അതാണ് ഉപമ വഴി യേശുവ പറയുന്നത്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ യേശുവായിക്കറിയാം മക്കൾക്ക് എന്താണ് ആവശ്യമുള്ളതെന്ന്. നമ്മുടെ അച്ഛനമ്മമാർക്ക് നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ അവർക്ക് അറിയാമല്ലോ അവർക്ക് എന്താ ആവശ്യമുള്ളത്. അതൊക്കെ നമ്മൾ പറയാതെ തന്നെ അവർ ചെയ്തു തരും. എന്തുകൊണ്ടാണ്? നമുക്കതിനുള്ള അതിനേക്കാളും അപ്പുറമാണ്
നമ്മുടെ യേശുവാണ് നമുക്ക് ചെയ്തു തരുന്നത്. അപ്പം നമുക്ക് പറയാതെ തന്നെ നമുക്ക് ചെയ്ത് അറിയും നമ്മുടെ മനസ്സിൽ എന്താണ് ആഗ്രഹം, നമ്മൾ പറയാൻ പോകുന്ന എന്താണ്, നമുക്ക് എന്താണ് ആവശ്യമുള്ളവർക്ക് നാളത്തേക്ക് എന്ത് വേണം, ഇതെല്ലാം നമുക്ക് കരുതി വെച്ചിട്ട് നമുക്ക് രാത്രിയിൽ ഉറക്കത്തിൽ യാമത്തിലാണ് തരുന്നത്. നമ്മൾ വിളിച്ചാൽ വിളിപ്പുറത്താണ്, മനസ്സിലായോ? അതുകൊണ്ട് ഇപ്പം ഇന്ന് വിളിച്ചിട്ട് എനിക്ക് ഉടനെ കിട്ടിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ തളർന്ന് മാറിപ്പോകരുത്. അതുപോലെ തന്നെ നമ്മൾ ആവശ്യത്തിനായിട്ട് നമ്മൾ യേശുവിനെ ഉപയോഗിക്കരുത് കേട്ടോ. അത് മിക്കവരിലും ഉണ്ട്. ഞാൻ പറഞ്ഞത് തിരുത്തി കൊടുക്കാറുണ്ട്. കാരണം നമുക്ക് ഒരു ഉപകരണമല്ല നമ്മുടെ യേശുവ. നമ്മുടെ ആവശ്യങ്ങൾക്ക് മാത്രം പലരും ഇങ്ങനെ ആവശ്യങ്ങൾക്ക് മാത്രം യേശുവിനെ വിളിച്ച് ആവശ്യത്തിന് അവരുടെ പ്രാർത്ഥന കേട്ട് അവർക്കെല്ലാം സാധിച്ചു കൊടുക്കാറുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ യേശുവിനെ അവർ മൈൻഡേ ചെയ്യില്ല. കാരണം എല്ലാം ഉണ്ടല്ലോ, പൈസയ്ക്ക് പൈസ, അവർക്ക് എന്തൊക്കെ സൗകര്യമുണ്ട് അതെല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ യേശുവിനെ അവരങ്ങ് മറക്കുക. പിന്നെ ഒരു കഷ്ടത വരുമ്പോഴാണ് വീണ്ടും യേശുവിനെ വിളിക്കുന്നത്. നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരിക്കലും. നമ്മൾ ആത്മാർത്ഥതയോടെ സ്നേഹിക്കണം. ഞാൻ അങ്ങനെയാണ് എൻ്റെ യേശുവിനെ സ്നേഹിക്കുന്നത്. കാരണം ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല എൻ്റെ യേശുവിനെ ഞാൻ സ്നേഹിക്കുന്നത്. എൻ്റെ യേശുവിക്ക് അറിയാം എനിക്ക് എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ ഒക്കെ എൻ്റെ യേശുവിക്ക് അറിയാം. അത് അറിഞ്ഞ് എനിക്ക് തരും. എനിക്ക് ആ വിശ്വാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കറിയോ, ഞാൻ എപ്പോഴും രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ യേശുവായിക്ക് ഈ അടുക്കളയിലല്ലെങ്കിൽ റൂമിലായിരുന്നാലും ഇപ്പോൾ ഷോപ്പിലായിരുന്നാലും ഞാൻ എഴുന്നേറ്റ ഉടനെ തന്നെ യേശുവായിക്ക് മിക്ക സമയങ്ങളിൽ അടുക്കളയിലിരിക്കുമ്പോഴാണ് ഉറക്കം എഴുന്നേറ്റ് നേരെ വന്നിരുന്നിട്ട് ഗുഡ് മോർണിംഗ് പറയും. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഗുഡ് മോർണിംഗ് പറയും. അല്ലെങ്കിൽ കഴിച്ചോ, അവയ്ക്ക് സുഖമാണോ, അവ ഇപ്പോൾ എന്ത് ചെയ്യുക, നടക്കാനിറങ്ങിയോ എന്നൊക്കെ ഞാൻ ചോദിക്കും കേട്ടോ. ആരാ ഇതുപോലെ എനിക്കറിയില്ല ആരെങ്കിലുമൊക്കെ ചോദിക്കുമെന്ന്. പക്ഷേ റീന ഒരിക്കൽ പറഞ്ഞായിരുന്നു ലൈവിൽ. സത്യം പറഞ്ഞാൽ എനിക്ക് റീനേനെ ഭയങ്കര ഇഷ്ടമാണ് അവളെ ഒത്തിരി ഇഷ്ടമാണ് എനിക്ക്. എന്നാണെന്നറിയാമോ, ഇവളെ പരിചയപ്പെട്ട് ഈ ലൈവിൽ കൂടെ പരിചയപ്പെട്ട് ബൈബിൾ അറിയാൻ തുടങ്ങിയപ്പോൾ ഇവളുടെ ജീവിതാനുഭവങ്ങളും ഇവൾ പറയാൻ തുടങ്ങി. ഒത്തിരിയും കഷ്ടത അനുഭവിച്ച കുട്ടിയാണ്. അതെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് കൊടുക്കുന്നത്. യേശുവായിൽ അടുക്കാൻ വേണ്ടിയിട്ട്, യേശുവിനെ അറിയാൻ വേണ്ടിയിട്ട്. യേശു അവരെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിൽ. അതായത് ഇപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ യേശുവായിനറിയാം. റീനയ്ക്ക് വേറെ അവളുടെ ഫാമിലിപരമായിട്ടുള്ള അവസ്ഥകൾ, ഒത്തിരിയും കഷ്ടതയിൽ നിന്നാണ് അവൾ, ഒരുപാട് കഷ്ടതയിൽ നിന്നാണ് അവൾ വന്നത്, മനസ്സിലായോ? അപ്പം അവളിനെ അവിടെ നിന്നൊക്കെ ഇവിടെ നിന്നൊക്കെ അവളെ രക്ഷപ്പെടുത്തി അവളിനെ അവിടെ കൊണ്ടുപോയതാണ്. എന്നാൽ അവിടെ കൊണ്ടുപോയിട്ട് യേശു അവളിനെ അവിടെ ഉപയോഗിക്കുക. കാരണം അവളിനെ അവിടെ കൊണ്ട് ആവശ്യമുണ്ട് യേശുവായിക്ക് എന്ന് പറഞ്ഞതുപോലെ അവൾ അവിടെ ഇരുന്നു പിന്നെ കൂടെ ജോലി ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷേ ഇതുപോലത്തെ സ്വാതന്ത്ര്യം ഒത്തിരിയും പേര് മലയാളീസ് അവിടെ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുപോലത്തെ അവർക്കൊരു ഫ്രീഡം റീനയ്ക്കുള്ളതുപോലെ ആർക്കും ഇല്ല. അതെന്തുകൊണ്ടാണെന്നറിയാം, യേശുവ ഉള്ളതുകൊണ്ടാണ് അവളുടെ കൂടെ. കാരണം അവൾക്ക് അത്രയും സ്വാതന്ത്ര്യം ആ യഹൂദ വീട്ടിൽ അവർ കൊടുക്കുന്നുണ്ട്. ആ യഹൂദ മക്കളെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ യഹൂദ ഞാൻ ഫേസ്ബുക്കിലേക്ക് ഇന്നും കാണാം. ആ പെണ്ണുങ്ങളായിരുന്നാലും ആണുങ്ങളായിരുന്നാലും ഒക്കെ കാണിക്കുമ്പോൾ എന്ത് സുന്ദരികളാണ്. എനിക്ക് അവരെ ഭയങ്കര ഇപ്പോൾ ഇഷ്ടമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പണ്ടുള്ളവർ പറയാറുണ്ടല്ലോ, രക്തത്തെ തിരിച്ചറിയുമെന്ന് പറഞ്ഞ പോലെ എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ യേശുവിനെ പോലെ തന്നെ. യേശുവിൻ്റെ സ്വന്തം മക്കളാണ് അവർ, മനസ്സിലായോ? സ്വന്തം മക്കളാണ്. കുറേയൊക്കെ റീന പറഞ്ഞ് കുറേ അറിവ് എനിക്കറിയാം, മനസ്സിലാക്കാൻ പറ്റി. അപ്പം നമ്മളൊക്കെ ജാതികളാണ്. അവരിൽ ബഡ് ചെയ്ത് വെച്ചേക്കുക ചെയ്യുന്നത്, മനസ്സിലായോ? അപ്പോൾ എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്, ജീവനാണ് എനിക്ക്. എന്താ പറയുക, അതുകൊണ്ട് ഇവരുടെ ഈ ഫേസ്ബുക്കിലൊക്കെ ഇപ്പോൾ അവരെയൊക്കെ കാണിക്കാറുണ്ട്. അവർക്കൊക്കെ ലൈക്ക് കൊടുക്കും ഞാൻ, എല്ലാ യഹൂദ മക്കൾക്കും ഒക്കെ കൊടുക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെ എനിക്ക്. അങ്ങനെ യേശുവായിനെ നമ്മൾ എന്തൊക്കെയോ പറഞ്ഞ് എവിടേക്കോ ചെന്നെത്തിയിട്ടുണ്ട്. ഇടയ്ക്ക് ഓർമ്മ വരുന്നതൊക്കെ ഞാൻ പറയുവാണ്. അപ്പോൾ യേശുവായിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റി എനിക്ക്. ഇനിയുണ്ട് ഇപ്പോൾ സംസാരിക്കാനായിട്ട്, യേശുവായിനെക്കുറിച്ച് എനിക്ക് പറയാനായിട്ട്. അതിൽ കൂടെ എൻ്റെ അനുഭവങ്ങൾ, എൻ്റെ ജീവിത അനുഭവങ്ങൾ ഇനിയുമുണ്ട് പറയാനായിട്ട്. അപ്പം എൻ്റെ യേശുവായിട്ട് കൂടുതൽ അടുത്തിപ്പോൾ ടൈമൊക്കെ ഒത്തിരി ആയെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഇത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. ബാക്കി നമുക്ക് ഇനി നാളെ സംസാരിക്കാം. നാളെ ഞാൻ വരുന്നുണ്ട്, നല്ലൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പം നാളെ നമുക്ക് പരിമിതിയുണ്ടല്ലോ ഓരോത്തിനും നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഇവിടെ വെച്ച് നിർത്തുക കേട്ടോ. അപ്പോൾ ഞാൻ കറിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നോക്കാം, നമുക്ക് കുറച്ച് ചോറ് കഴിക്കാം. ഓക്കെ, ഇനി ഷോപ്പിൽ പോയില്ല.
കൊള്ളാം കേട്ടോ, അടിപൊളി. നല്ല ഒരു വെറൈറ്റി, അതായത് നമ്മളെപ്പോഴും വയ്ക്കുന്നതിൽ നിന്ന് ഒരു വെറൈറ്റി, ഒരു ടേസ്റ്റ്. നമ്മൾ വറുത്തല്ലേ മീൻ എടുത്ത് കറിക്കകത്തിട്ട്, അപ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ്. നല്ല ഉപ്പും എരിവും പുളിയും എല്ലാം പാകമാണ്, നന്നായിട്ടുണ്ട്. അപ്പം കുറച്ച് ചോറെടുക്കട്ടെ. ടേസ്റ്റ് പറയണമല്ലോ കഴിച്ചിട്ട്. നമ്മൾ ഇപ്പോൾ ഇത്രേ എടുത്തുള്ളൂ കേട്ടോ, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. ഇതിൻ്റെ ടേസ്റ്റ് പറയണമല്ലോ, ഇത്ര ഇച്ചിരി മതി. ഞാൻ കഴിച്ച് നോക്കട്ടെ. ഉണ്ടോ? ചൂടാ, ചോറും ചൂട്, കറിയും ചൂടാ. ഇത് നല്ല മീനാണ് കേട്ടോ, ടേസ്റ്റുള്ള മീനാണത്. കൊള്ളാം കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ്, നല്ല ടേസ്റ്റുണ്ട്. മീനും നല്ല ടേസ്റ്റാണ്, കറിയും നല്ല ടേസ്റ്റാണ്, ചാറും നന്നായിട്ടുണ്ട്. അപ്പം ചിലവരൊക്കെ അറിയായിരിക്കും, അറിഞ്ഞൂടാത്തവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇച്ചിരി നിങ്ങൾ കമൻറ്റിൽ പറയണേ, എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് പറയാം. നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാം, മോശമാണെങ്കിൽ മോശമെന്ന് പറയാം. ഓക്കെ, അപ്പം നല്ല ടേസ്റ്റാണ്, ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എരിവ് അങ്ങനെ വലുതായിട്ടില്ല, എരിവ് ഇട്ടില്ല ഞാൻ, എന്ന് വെച്ചാൽ പിള്ളേർക്ക് കഴിക്കാൻ. പക്ഷേ എനിക്ക് എരിവ് ഇഷ്ടമാണ്, എനിക്ക് എരിവ് വേണം. ഞാൻ ചിലപ്പം എരിവില്ലെങ്കിൽ കാന്താരി ഉണ്ടല്ലോ, കാന്താരിയൊക്കെ എടുത്ത് വെച്ച് കഴിക്കും ചോറിൻ്റെ കൂടെ. പിന്നെ ഇവിടെ കണ്ണം പൊട്ടി എന്ന് പറയുന്ന ചെറിയൊരു തോട്ടമുണ്ട്, അപ്പോൾ അതിൽ നിറയെ ഇടും കേട്ടോ കണ്ണം പൊട്ടി. പോയി എന്നാ എരിവാണെന്നറിയാമോ, ഭയങ്കര എരിവാണ്. എനിക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം എന്നെ നിങ്ങളിത് കേൾക്കണം കേട്ടോ, ഈ വീഡിയോസ് കാണണം. നിങ്ങൾ ബാക്കി 3 എണ്ണം കണ്ടിട്ട് ഇല്ലാത്തവരാണെങ്കിൽ 3 വീഡിയോസ് ഇതിന് മുന്നേ ഇട്ടായിരുന്നു, അത് കാണുക, കേൾക്കുക അവസാനം വരെ, എങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, എന്നിട്ട് നിങ്ങളിത് ഫുള്ളും കാണുക, കാണാതിരിക്കരുത്. അപ്പോൾ എന്നെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ മറന്നു പോകരുത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എനിക്കും ഇതുണ്ടാവണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും, ഞാൻ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കാറുണ്ട്. പരിചയമില്ലാത്തവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഓക്കെ, അപ്പം നാളെ ഞാൻ വരാം. അപ്പം നല്ലൊരു ഡിഷ്യൂ ആയിട്ട് എൻ്റെ ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടെ നാളെ പറയാം. കുറച്ചേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടോ എന്തോ എനിക്കറിയില്ല. എൻ്റെ യേശു എനിക്ക് അങ്ങനെ ഒരു മനസ്സ് തന്ന, പണ്ട് എനിക്കങ്ങനെ ഒരു ആഗ്രഹം മുമ്പ് ഉണ്ടായിരുന്നു, വർഷങ്ങൾക്ക് മുമ്പേ. എനിക്കെന്ന് വെച്ചാൽ നടന്നിട്ട് എൻ്റെ യേശു എനിക്ക് ചെയ്ത കാര്യങ്ങൾ ഈ ലോകത്തോട് വിളിച്ച് പറയണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് എനിക്ക് ഇതിൽ കൂടെയാണെന്ന് തോന്നുന്നു എൻ്റെ എനിക്ക് തന്നിരിക്കുന്നത് പറയാനായിട്ട്. അപ്പോൾ നിങ്ങളിത് കേൾക്കുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ബായ്. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ.